ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ അവർ പുറത്തിറക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടിയാലോചിച്ചിട്ട് ലഭ്യമായ റിപ്പോർട്ടുകൾ എറണാകുളം ജില്ലയിൽ ഏറ്റവും മികച്ച ഡോക്ടർമാരുമായിട്ടുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി മെഡിക്കൽ ടീം, വിദഗ്ധരുടെ ടീം അവരൊരു 11 മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തിച്ചേരും. അവരും കൺസൾട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ സംവിധാനങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ തന്നെയായിരിക്കും നല്ലതെന്നാണ് അഡ്വൈസ് ഉള്ളത്. മറ്റു ഡോക്ടർമാർ, ഞങ്ങൾ സംസാരിച്ച മറ്റു ഡോക്ടർമാരും ഇവർ അഡ്വൈസ് ചെയ്ത അതേ ട്രീറ്റ്മെന്റ് രീതി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആ ടീം കൂടി വന്നതിന് ശേഷം അവർ കൂടി ആലോചിച്ചിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള ചികിത്സാ രീതി നിശ്ചയിക്കും. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒബ്സർവേഷൻ തുടരുക എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ അവർ നോക്കുന്നുണ്ട്. അല്ല, അതിപ്പോ മെഡിക്കൽ ബുള്ളറ്റിനിൽ അവർ കുറെ കൂടി വ്യക്തമാക്കും. നമ്മളിപ്പോ ഇവിടെ കൊണ്ടുവരുമ്പോൾ അത്ര ആ രൂപത്തിൽ, എന്നാൽ കുറച്ച് ഗൗരവമായ കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ മെഡിക്കൽ ബുള്ളറ്റിനിലായിരിക്കും അവർ വ്യക്തമാക്കുന്നത്. ഡോക്ടർമാരാണ് അത്തരം കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയേണ്ടത്. സാധ്യമാകുന്ന എല്ലാ രൂപത്തിലും ചികിത്സ ഇപ്പോൾ നൽകുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത്. ആ മെഡിക്കൽ ടീം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വിവിധ വകുപ്പുകളുടെ പ്രധാനപ്പെട്ട ഡോക്ടർമാരുടെ ടീം രൂപീകരിച്ചിട്ടുണ്ട്. അവർ 9 മണിയോടുകൂടി അവിടെ നിന്ന് പുറപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവരിവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഡോക്ടർമാരുമായിട്ടും ആശയവിനിമയം നടത്തും, മറ്റു മെഡിക്കൽ റിപ്പോർട്ട് നോക്കും. ഞാനിപ്പോൾ ഹൈബിയും അതുപോലെ മറ്റ് എല്ലാവരും ചേർന്ന് ഇവിടെ ലഭ്യമായ ഡോക്ടർമാരുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇവിടുത്തെ ഡോക്ടർമാരുമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ ചെയ്യുന്ന അതേ രീതി തന്നെ തുടരാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിലുള്ള ചികിത്സ പുരോഗമിക്കുകയാണ്.